2 ആഴ്ചത്തെ പനിക്ക് ശേഷം ചോറ് തിന്നാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് കൊതി തോന്നിയപ്പോണ്ടല്ലോ, അത് പിന്നെ അടുത്ത ശനിയാഴ്ചത്തേക്ക് മാറ്റി വെക്കാനുള്ളൊരു സാവകാശം തോന്നിയില്ല. വൈകുന്നേരമെങ്കിൽ വൈകുന്നേരം അപ്പോഴേ ഉണ്ടാക്കി. നമുക്ക് എളുപ്പത്തിന് 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു മീൻ കറി നോക്കിയാലോ. അതിനായിട്ട് നമ്മൾ നോർമൽ എല്ലാവർക്കും അറിയാവുന്ന മീൻ കറി തന്നെയാണ്, പക്ഷെ ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ജസ്റ്റ് കാണിക്കുന്നതെന്ന് മാത്രം കേട്ടോ. കുറച്ച് പേര് റെസിപ്പി ചോദിച്ചിരുന്നു എൻ്റെ അടുത്ത്, ഡയറക്റ്റ് കഴിച്ചവർ കുറച്ച് പേര് റെസിപ്പി ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ സാധാ നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ പൊട്ടിക്കുക, അതിനകത്ത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, അതിനകത്ത് കറിവേപ്പില, ഇതെല്ലാം ഇട്ടതിന് ശേഷം മുളക് പൊടി. ഞാൻ ഇതിനകത്ത് വേറെ ഒരു പൊടിയും ചേർക്കുന്നില്ല, ഈവൻ മഞ്ഞൾപ്പൊടി പോലും ഞാൻ ഇതിനകത്ത് ചേർക്കുന്നില്ല. മുളക് പൊടി ആ നല്ല തിളച്ച എണ്ണയിൽ നമ്മൾ മുളക് പൊടി ചേർത്തതിന് ശേഷം നമ്മൾ കുടംപുളി, ചിലർ പിണംപുളി എന്നൊക്കെ പറയും, ആ പുളി വെള്ളത്തിലിട്ട് വെച്ചതിന് ആ വെള്ളത്തോടെ തന്നെ അതിനകത്ത് ചേർക്കുക. കൂട്ടത്തിൽ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് തക്കാളി, ഇതിനകത്ത് ആവശ്യമായിട്ടുള്ള തക്കാളി, ചിലർ തക്കാളി യൂസ് ചെയ്യും, ചിലർ തക്കാളി യൂസ് ചെയ്യത്തില്ല. ഞാനിവിടെ തക്കാളിയും കൂടെ യൂസ് ചെയ്യും കേട്ടോ, പുളിയുടെ കൂടെ. ഞാൻ നോർമലി ഇങ്ങനെ പുളിയായിട്ട് നമ്മൾ പുളിമുളകെന്ന് പറയും നമ്മളിവിടെ, ഇങ്ങനെ പുളിയായിട്ട് ഞാൻ മീൻകറി വയ്ക്കുമ്പോൾ സാധാരണ ഞാൻ പറഞ്ഞ കുടംപുളിയാണ് യൂസ് ചെയ്യാറ്. അല്ലാതെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വെക്കുമ്പോഴാണ് ഞാൻ സാധാരണ നമ്മുടെ പിഴിപുളി യൂസ് ചെയ്യാറ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആവശ്യത്തിന്, നമുക്ക് എത്ര ഗ്രേവി വേണമെന്നുള്ള ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അടച്ചു വെച്ച് നന്നായിട്ട് ആ ഗ്രേവി ഒന്ന് തിളപ്പിച്ചെടുക്കുക. തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ ഗ്രേവി തിളച്ച് കിട്ടും. ഗ്രേവി തിളച്ച് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ചേക്കുന്ന മീൻ, ഞാനിവിടെ പറ്റ എടുത്തേക്കുന്നത്, ഏത് മീൻ വേണമെങ്കിലും നമുക്ക് ഈ ഒരു റെസിപ്പിയിൽ പരീക്ഷിച്ച് നോക്കാം കേട്ടോ. ഞാൻ മറ്റയാണ് എടുത്തേക്കുന്നത്. മീനൂടെ ഇട്ടിട്ട് നമുക്ക് അടച്ച് വെച്ച് നന്നായിട്ട്, ഞാൻ അടച്ച് വെക്കുമ്പോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതി കുറച്ച് നമുക്ക് പുറത്ത് കാണുന്ന രീതിക്ക് പകുതി നമ്മൾ അടച്ച് വെക്കും. അപ്പോൾ അത് മീൻ ഒരുപാടങ്ങ് വെന്ത് നമുക്ക് പോകത്തുമില്ല, എന്നാൽ കറി നമ്മൾ ആവശ്യത്തിനൊന്ന് അതിനകത്ത് പിടിച്ച് വറ്റുന്ന രീതിക്ക് പോലെ ആവുകയും ചെയ്യും. ഒരുപാട് വറ്റിക്കത്തില്ല, അങ്ങനെ ആവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് നമ്മുടെ ഉലുവ പൊടിച്ച് വെച്ചേക്കുന്ന ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഉപ്പൊക്കെ നോക്കി എല്ലാം പാകമാണ്, ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുക്കുക, എല്ലായിടത്തും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. കറി റെഡി. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. സാധാരണ ഈ കറി നമ്മൾ തലേന്ന് വെച്ചിട്ട് പിറ്റേന്ന് എടുക്കാനാണ് ഭയങ്കര ടേസ്റ്റ്. ഞാനിന്നിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് വൈകുന്നേരമല്ലേ വെച്ചത്, അപ്പോൾ വൈകുന്നേരം തന്നെ നമ്മൾ എടുക്കുകയാണ്. ചോറ് ഞങ്ങൾക്ക് 2 പേർക്കും ഡ്യൂട്ടി ഇല്ലാതെ നിൽക്കുമ്പോഴാണ് നമ്മൾ ചോറ് വയ്ക്കുന്നത്. അതൊരു സാറ്റർഡേ സൺഡേ ആയിരിക്കും നമ്മൾ ചോറ് വയ്ക്കുന്നത്. പക്ഷെ ഇന്ന് അത്രയും ദിവസം നമുക്ക് ക്ഷമിച്ച് നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ വൈകുന്നേരം തന്നെ ചോറ് വെച്ചു, ചീനി വെച്ചു, തോരൻ വെച്ചു, പിന്നെ നമ്മുടെ മീൻകറി, ചമ്മന്തി ഒക്കെ ആയിട്ട് ഒരു ചെറിയ ഊണെന്ന് പറയാൻ പറ്റില്ല, വൈകുന്നേരത്തെ അത്താഴമായിട്ട് ഞങ്ങൾ കഴിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മീൻകറി ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പെട്ടെന്ന് നമുക്ക് വെക്കാൻ പറ്റുന്ന ഭയങ്കര ടേസ്റ്റുള്ളൊരു മീൻകറിയാണ്. നമ്മൾ പുളിമുളകെന്ന് ഇതിനെ പറയും. ഞാൻ ബാക്കി കറികളൊക്കെ വെക്കുന്ന ആ സമയം കൊണ്ട് കറി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം കൂടിപ്പോയെന്ന് തോന്നുന്നു. ഇത് സാധാരണ ഒന്ന് കുഴഞ്ഞിരിക്കും കറി. ഇതൊന്ന് ചാറ് വേറൊന്നും ഇല്ലല്ലോ, കറി വേറൊന്നും ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഗുഡ് നൈറ്റ്.